അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SKSSF മീഡിയയിലെ അഡ്മിൻ, അതുപോലെ തന്നെ മറ്റു നല്ലവരായ പ്രവർത്തകരെ, SKSSF മീഡിയ ഇങ്ങനെ വളർന്നു കൊണ്ടുപോകാനുണ്ടായ കാരണം ഒരുപാട് പഠനാർഹമായ വിഷയങ്ങളിൽ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ ക്ലാസ്, തഫ്സീർ ക്ലാസ്, അതുപോലെ ഹദീസ് പഠനം, അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശപരമായ വിഷയങ്ങൾ, അതേപോലെ തന്നെ ഫിഖ് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ സംഘടനാപരമായ വിഷയങ്ങൾ, ഇങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് SKSF മീഡിയ 1 നിന്ന് 7 വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയും ഇത് ഉയരാനാണ് സാധ്യത. അള്ളാഹു ഉയർത്തട്ടെ ഇൻഷാ അള്ളാഹ്. ഇപ്പോൾ SKSF മീഡിയ ഉദ്ദേശിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ ഒന്നും കൂടി വ്യക്തമായി ഈ സമൂഹത്തിന് മുമ്പ് തുറന്നു കാണിക്കുകയും ബിദഈകളുടെ, അതായത് പുത്തനാശയക്കാരുടെ പിഴച്ച വാദങ്ങൾ, അവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ പുതിയ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്ത്. ഇൻഷാ അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾക്ക് വേണ്ടി മരണം വരെയും ഖിദ്മത്ത് ചെയ്യുവാൻ നമുക്കേവർക്കും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അഹ്ലുസുന്നത്തി വൽ ജമാഅ പ്രവാചകചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും അംഗീകരിക്കുന്നവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇമ്രാൻ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ ഫത്തബിയൂനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അതായത് അള്ളാഹുവിൻ്റെ സ്നേഹം പ്രവാചകചര്യ അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു ആശയമാണ് സുന്നത്തിനെ മുറുകെ പിടിക്കണം, പ്രവാചകരുടെ മാതൃക സ്വീകരിക്കണമെന്നുള്ളത്. ഇത് ഒരു ആയത്തിലല്ല, ഒരുപാട് ആയത്തുകളിൽ കാണാം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക, ഇത്താഅത്ത് ചെയ്യുക. വമൻ യുതിഇല്ലാഹ വ റസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ, ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, തീർച്ചയായും അവൻ വണ്ണമായ വിജയം വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ പ്രവാചകചര്യയെ മുറുകെ പിടിക്കുന്നവർ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ അഹ്ലുസുന്നത്തിൻ്റെ വാക്താക്കളായി, പ്രചാരകരായി മുന്നോട്ട് പോകുന്നു. ഇനി ഒരു കാര്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅ, എന്താ ജമാഅ എന്ന് പറഞ്ഞാൽ? സ്വഹാബത്താകുന്ന ആ വലിയ വൃന്ദം, അവരെയും മാതൃകയാക്കി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അഹ്ലുസുന്ന വൽ ജമാഅയാകുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഇതേ ആശയം കാണാൻ സാധിക്കും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. സൂറത്ത് തൗബയിലുള്ള ആശയമാണിത്. ഇവിടെ വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രീതി സ്വഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്ക് ഉണ്ടാകുമെന്നാണ്. സ്വഹാബത്തിനെ പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ റിള, പൊരുത്തമുണ്ടാകുന്നത്. റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹു തൃപ്തിപ്പെടുന്നുവെന്നാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. സുന്നത്ത് എന്നതുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീറാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, സ്ഥിരീകരണങ്ങൾ, ഇതാണ് സുന്നത്ത് കൊണ്ട് ഉദ്ദേശം. ഇതിനെ മുറുകെ പിടിക്കുകയും അതുപോലെ തന്നെ സ്വഹാബത്തിനെ മാതൃകയാക്കി ജീവിക്കുകയും ചെയ്യുക. ഇത് പരിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാക്താക്കളാകണമെന്ന് പറയുന്നത്. ഖുർആൻ വളച്ചുകെട്ടില്ലാതെ കൃത്യമായി പറഞ്ഞു തന്ന കാര്യമാണ് നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആകണമെന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ തന്നെയാണ് സുന്നത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നിങ്ങളെന്താക്കണം? മുറുകെ പിടിക്കണം.
അഹ്ലുസുന്നയാകണമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാ എന്നുള്ളതും ഖുർആൻ തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. ആ സ്വഹാബത്തിനെ മാതൃകയാക്കി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ, അതായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇതിന് പുറത്തുള്ള ആശയങ്ങളെല്ലാം പിഴച്ചതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ബനി ഇസ്രായീൽ തഫറഖത്ത് അലാ സിൻതൈനി വസബഈന മില. തീർച്ചയായിട്ടും ബനു ഇസ്രായേൽ 72 മില്ലത്ത് വിഭാഗമായി വിട്ടുപിരിഞ്ഞിരിക്കുന്നു. വതഫ്തരികു ഉമ്മറ്റി അലാ സലാസിൻ വസബഈന മില്ല. എൻ്റെ ഉമ്മത്ത് 73 പാർട്ടിയായി, 73 വിഭാഗമായി, 73 ഗ്രൂപ്പുകളായി ഭിന്നിക്കുമ്പോൾ അവിടെ മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അങ്ങനെ 73 വിഭാഗമായി ഭിന്നിക്കും. അങ്ങനെ ഭിന്നിക്കുമ്പോൾ കുല്ലുഹും ഫിന്നാർ, അവർ മുഴുവനും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ഒരു വിഭാഗം ഒഴികെ, ഒരൊറ്റ ഒരു വിഭാഗം ഒഴികെ. ഖാലൂ, സഹാബത്ത് ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഏതാണ് ആ ഒരു വിഭാഗം? 73 പാർട്ടികളായി, ഗ്രൂപ്പുകളായി ഭിന്നിക്കുമ്പോൾ, എല്ലാം നരകത്തിൽ പോകുമ്പോൾ ഒന്ന് മാത്രം നരകത്തിൽ പോവുകയില്ല, ഒന്ന് മാത്രം നരകത്തിലല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒന്ന് ഏതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ മറുപടി നൽകി, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ജീവിച്ചത് പ്രകാരം ജീവിക്കുന്നവർ മാത്രമാണ് രക്ഷപ്പെടുക, അവർ മാത്രമാണ് വിജയിക്കുക എന്ന് പരിശുദ്ധ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഈ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെയും സ്വഹാബത്തിൻ്റെ മാതൃകയും അംഗീകരിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഓരോ ആഴ്ചകളിലായി സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയം, അതുപോലെ തന്നെ ഇതര പ്രസ്ഥാനങ്ങൾ വിധേയികളുമായിട്ടുള്ള നമ്മുടെ വിവാദ വിഷയങ്ങളിൽ നിന്ന് ഓരോന്നും ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാം. തൗഹീദ്, ഷിർക്ക്, ഇസ്തിഗാസ, തവസ്സുൽ, ഖബ്ർ, അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം, സ്ത്രീ ജമാഅത്ത്, ഖുതുബയുടെ ആശ, ഈ വിഷയങ്ങൾ, അതുപോലെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെയും പരിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള ഓരോ ക്ലാസ്സുകളിലൂടെ വിശകലനങ്ങളിലൂടെ പഠിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SKSSF മീഡിയയിലെ അഡ്മിൻ